ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇപ്പോൾ ചക്കയുടെ സീസണൊക്കെ ആണല്ലോ. അപ്പോൾ നമുക്കിന്ന് ചക്കയുടെ ഒരു റെസിപ്പി തന്നെ ആയിക്കോട്ടെ. ഞാനിന്നിവിടെ തയ്യാറാക്കുന്നത് ചക്ക വേവിച്ചതാണ്. ഞങ്ങളുടെ നാട്ടിലൊക്കെ വേവിക്കാമെന്നാണ് പറയുന്നത്. ചില സ്ഥലങ്ങളിലൊക്കെ ചക്കപ്പുഴുക്ക് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പെട്ടെന്ന് തന്നെ കിടക്കാം. അപ്പോൾ ചക്ക ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ ശേഷം, ഞാൻ ആ ചക്ക വെട്ടുന്നൊന്നും ഇവിടെ കാണിച്ചിട്ടില്ല, വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടും, അതുകൊണ്ടാണ് കാണിക്കാത്തത്. ചക്ക നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞ ശേഷം ഒരു പാത്രത്തിൽ, ഇപ്പോൾ പാനായാലും ഏത് പാത്രത്തിലാണേലും അതിലേക്ക് ഇട്ട ശേഷം അല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും വെള്ളവും കൂടി ഒഴിച്ച് ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കണം. അപ്പോൾ ഇത് പകുതി വേവായിട്ടുണ്ട്. ഇതിലേക്ക് അല്പം കറിവേപ്പില കൂടി ചേർത്ത് ഒന്നുകൂടി ഇളക്കി ആവശ്യമെങ്കിൽ മാത്രം അല്പം വെള്ളം ഒഴിച്ചിട്ട് അല്പം നേരം കൂടി വേവിച്ചെടുക്കാം. ചക്ക വേവുന്ന സമയം കൊണ്ട് നമുക്കിതിൻ്റെ അരപ്പ് തയ്യാറാക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു തേങ്ങയോളം എടുത്തിട്ടുണ്ട്. കാരണം ഇത് ചക്ക അല്പം കൂടുതലുള്ളതുകൊണ്ട് എടുത്തിട്ടുണ്ട്. ഈ തേങ്ങയും കുറച്ച് കൂടുതൽ വെളുത്തുള്ളി, പിന്നെ കാന്താരിമുളക് ഉണ്ടെങ്കിൽ കാന്താരിമുളക്, അതില്ലെങ്കിൽ പച്ചമുളകായാലും മതി, അതും പിന്നെ ഒരല്പം ജീരകം, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇതെല്ലാം കൂടി ചേർത്തൊന്ന് ചതച്ചെടുക്കണം. അരിഞ്ഞു പോകരുത്, ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ ഞാനിതെല്ലാം കൂടി ചേർത്തൊന്ന് ചതച്ചിട്ട് വരാം. ചക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ അരപ്പ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് ഒരു 2 മിനിറ്റത്തേക്കൊന്ന് മൂടി വയ്ക്കണം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. അപ്പം നമ്മളത് എന്താ പറയുക, കപ്പയൊക്കെ നമ്മൾ ഉടച്ചെടുക്കില്ലേ, അതേപോലെ ഇത് ഒരു തവി വെച്ചിട്ടോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. എന്നാലേ അത് ആ ഒരു പരുവത്തിന് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഇതാ കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഇളക്കി, തവി വെച്ചിട്ട് നന്നായിട്ട് ഇളക്കിയെടുത്ത ശേഷം ലാസ്റ്റായിട്ട് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. ആ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്. അത് ഏറ്റവും ലാസ്റ്റിലാണ് നമ്മൾ ചെയ്യുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെക്കണം. അപ്പോൾ നമ്മുടെ ചക്ക വേവിച്ചത് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ ചക്കയുടെ സീസണിൽ എല്ലാവരും
ചക്ക തീർച്ചയായിട്ടും കഴിക്കണം. എനിക്കറിയാം എല്ലാവർക്കും ചക്ക കഴിക്കാൻ ഇഷ്ടമൊക്കെ ആണെന്ന്. അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കണം. പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് തുടർന്നുണ്ടാവണം. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ ബൈ.